ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ടിങ് 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 പാ ടടടാ പാ 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 ടടടാ ടാ ടടടാ പാ ടടടാ ടടടാ ടടടാ. ടടടാ. എന്ത് എന്ത് ഒരു ഇളക്കം? എന്ത് ആര് ഫോണിലാര്? ആർക്ക് വേണ്ടിയാണ് ഈ പാട്ട് പാടിയത്? ആർക്ക് വേണ്ടിയാണ് പാട്ട് പാടിയെന്ന്? ആലോചിക്കുമായിരിക്കും അല്ലേ? ഞാനിങ്ങനെ പാട്ട് പാടി ഇതൊരു മൈക്ക് പോലെ ഞാനിങ്ങനെ വെച്ച് പാടിയതാണല്ലേ. അല്ല അല്ല നിങ്ങൾക്ക് ഒരു സംശയം തോന്നി കാണും. പിന്നെ ഞാൻ പണ്ട് എന്റെ കൂടെ മയ്യനാട് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഏതെങ്കിലും പെങ്കൊച്ചങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വന്നു കാണും. സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി ഞങ്ങൾക്ക്. ഭയങ്കര പാട്ടാണല്ലോ. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ? പഴയ പാട്ടൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. പഴയ പാട്ട് എപ്പോഴും ഇയാളെ തന്നെ വിളിച്ച് പാടുവോ? ഇങ്ങനെ പണ്ടേ പാടുവോ? ഇടയ്ക്കൊക്കെ പാടിക്കൊടുക്കോ ഫോണില്? വെരി മച്ച്. ഫോണില്ല. എനിക്ക് അച്ഛനെ വിളിക്കണം. ഫോൺ കേടാ? അത് കുഴപ്പമില്ല, ഞാൻ നോക്കാം. അത് റിഞ്ചയുടെ ഫോൺ അങ്ങോട്ട് എടുത്ത് വിളിക്കുക. റിഞ്ചയുടെ ഫോണിൽ ഇത്ര നേരം ചേട്ടന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ കേട്ടല്ലോ. അല്ല അത് ഞാൻ പാടുന്നത് റിഹേഴ്സൽ എടുത്താ. റിഹേഴ്സൽ ഞാൻ വിളിക്കണം, അച്ഛനെ വിളിക്കണം. വർക്ക് ചെയ്യത്തില്ലടി. വേറെ ഫോൺ ഉണ്ടല്ലോ, എന്റെ ഭർത്താവിന്റെ ഫോൺ എന്ത് ചെയ്യും? അതിന് എവിടെയൊക്കെ പോയി അന്വേഷിക്കണം. ചേട്ടന്റെ കയ്യിൽ ഇത് തരത്തില്ല. ഈ ഫോൺ തരത്തില്ല. ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല അങ്ങനെ പിടിക്കാൻ പാസ്വേഡ് ഉണ്ട്. മര്യാദക്ക് പറഞ്ഞു കൊടുക്കും. 94 46 87 36 15 24. ആ നമ്പർ മനസ്സിരിക്കട്ടെ. ഒറിജിനൽ നമ്പർ പറ. ഒറിജിനൽ നമ്പർ 96 16 നമ്പർ നമ്മളെടുത്തു. അല്ല ഹലോ അച്ഛാ, ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞ സാധനം എടുത്ത് വെച്ചാ? അപ്പച്ചി എടുത്ത് പറഞ്ഞത് കൊണ്ടുവച്ചിട്ടുണ്ടോ? അന്ന് മണിക്കുട്ടൻ ചേട്ടൻ അടുത്ത പ്രാവശ്യം വരുമ്പോ അത് കൊടുത്തു വിടുവോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടൻ എടുത്തോണ്ട് വരണില്ലല്ലേ? പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നില്ലല്ലേ? എന്റെ ഇടയിൽ കൂടെ കോള് വരണം. പിന്നെ സുഖമായിട്ടിരിക്കണം എല്ലാരും. അച്ഛൻ സുഖമായിട്ടിരിക്കുന്ന. എന്തോന്ന് കഴിച്ചെന്ന്? പുളിശ്ശേരി ഉണ്ടായിരുന്നാ? അപ്പച്ചി ഉണ്ടാക്കി തന്നാ? വയ്ക്കല്ലേ, എനിക്ക് അപ്പൂനോട് സംസാരിക്കണം. എനിക്ക് സംസാരിക്കണം. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ വേറെന്താ വിശേഷം? അതെയാ? വരുന്നുണ്ട് ഞങ്ങൾ എല്ലാരും. ഒരു ദിവസം വരാം. ശരി ശരി. വയ്ക്കാണേ. ഞാൻ രാമേട്ടനെ വിളിച്ചിട്ട് വരാം. കൊറേ നേരമായി വിളിച്ചിട്ട്. രാമനെയൊക്കെ ഇവിടെ ഇരുന്നാണ് വിളിക്കുന്നത്. മുറിക്കകത്ത് പോയി അല്ലെ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. ഇവിടെ നിന്ന് തൊട്ട് കൊണ്ടുപോണ്ട. ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. രാമേട്ടാ കഴിച്ചാ? ഇനി എപ്പോ വരും? കഴിച്ചോന്നറിയാനും വേണ്ടിയാ വിളിക്കുന്നത്. വരുന്നുണ്ടോ? എന്ത് പറ്റിയപ്പച്ചി? അയ്യോ ഫോൺ ഓഫായി. ചാർജ് ഇല്ലേ? അപ്പോഴേ പറഞ്ഞ അർജന്റ് ആയിട്ട് എനിക്ക് കാൾ വിളിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ച സാധനമാണ്. എല്ലാവരുടെ കയറി വിളിച്ച് എന്റെ കറണ്ട് പോയി, ചാർജും പോയി. ഫോണ് ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. തന്നെ. ഓ പിന്നെ ആർക്കും ഇല്ലാത്ത പോലെ വല്ലവന്റെ ഫോണ് എടുത്ത് വിളിക്കുന്ന അത്ര ശരിയായ കാര്യമൊന്നും. നാട്ടുകാരെ ഫോണൊന്നുമല്ല, എന്റെ സ്വന്തം സഹോദരന്റെ ഫോണല്ലേ എടുത്തത്. ബന്ധുക്കളാണ് ശത്രുക്കളാണെങ്കിൽ ഫോൺ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. ചാർജും കളഞ്ഞു. എന്റെ ഫോണിന് ചോദിച്ചു വരും. പെണ്ണുറങ്ങാൻ കിടന്നു
എന്താ എന്താ മാമ? മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ഭയങ്കര ചൂട് സത്യം. ഇതൊരു ചൂട് കേട്ടോ. കറണ്ട് ഇല്ല. എത്ര നേരമായി പോയിട്ട്? എത്ര നേരമായി മോളെ? പതുക്കെ ഇറങ്ങ. പതുക്കെ പതുക്കെ. കറണ്ട് ഇല്ല മക്കളെ, ചൂട്. കറണ്ട് ഇല്ലാത്തതേ നമ്മുടെ ഈ പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ലേ ലൈൻ, അതിൽ നമ്മുടെ മരത്തിന്റെ കൊമ്പ് കഴിഞ്ഞ് ചാഞ്ഞിടുന്ന ചില്ലയൊക്കെ എപ്പോഴും ടച്ചായി കറണ്ട് പോകില്ലേ. അതുകൊണ്ട് ഞാൻ KCB വിളിച്ചു പറഞ്ഞ് അവരൊന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണോ? ഒരു മണിക്കൂറിനുള്ളിൽ വരും. അപ്പൊ അളിയനാണല്ലേ എന്റെ പുറകിൽ പ്രവർത്തിച്ചത്. എന്നോട് ഇങ്ങനെ ചതി ചെയ്യണ്ടായിരുന്നു. എന്റെ പൊന്നളി, അളിയനല്ലേ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞ എപ്പോഴും ഇങ്ങനെ കറണ്ട് പോണം, മാറ്റണം, ആ ചില്ലകളൊക്കെ വെട്ടിക്കണം. അല്ല അത് അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞു കരുതി അങ്ങനെ വെട്ടിക്കാവോ? ചാർജ് ചെയ്യാനൊക്കെ കറണ്ട് വേണ്ട ഇവിടെ? അല്ല ഈ പിന്നെ ഇപ്പോഴാണെങ്കിൽ KCB ആള് വന്ന് പെട്ടെന്ന് വെട്ടും. അല്ല അവരൊന്നും പറഞ്ഞതുമില്ല. എന്തോന്ന് എന്ത് പറഞ്ഞിപ്പം? എന്ത് ഞാൻ പറഞ്ഞേ? എന്തോന്ന് അവരൊന്നും പറഞ്ഞില്ല, ആരാന്ന് പറഞ്ഞില്ല, പറഞ്ഞില്ലേ? ഇല്ല. അല്ല പിങ്കി, നിന്റെ ഫോണിൽ ചാർജ് ഉണ്ടോ? ഉണ്ട്. അതെങ്കിൽ വേണ്ട, ഒന്നുമില്ല. എന്തിനാണോ ഫോണ്? വേണ്ട. ചേച്ചിയോടെ ചേച്ചി? അവളെന്റെ ഫോണിന്റെ ചാർജും കളഞ്ഞിട്ട് അകത്തങ്ങാണ്ട് കിടന്ന് ഉറങ്ങുക. എന്തോന്ന് ചേട്ടാ? എന്തടി? എന്തോ ഉണ്ട്, കണ്ടുപിടിക്കാൻ. കറണ്ട് വന്നു. എന്റെ ദൈവമേ, എത്ര നേരമായിട്ട് കറണ്ട്. ഹലോ ഹലോ. അതെ, എന്റെ മൊബൈലിന്റെ ചാർജ് പോയായിരുന്നു. ഞാൻ പിന്നെ കുത്തിയിട്ട് ഇപ്പഴാ കറണ്ട് വന്നത്. അതാ വിളിക്കാൻ താമസിച്ചത്. ഞാൻ കരുതി വച്ചിട്ട് പോയെന്ന്. അയ്യോ, അങ്ങനെ ഞാൻ വെച്ചിട്ട് പോവൂ? അല്ല, ഇതുവരെ കുട്ടിയുടെ പേര് പറഞ്ഞില്ല. ഇത്ര ക്ഷമിച്ചില്ലേ? ഇനി നമുക്ക് നേരിട്ട് കാണാം. അയ്യേ, കുട്ടി നേരിട്ടൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ? അതൊക്കെ കുടുംബക്കാർക്ക് ചേരുന്ന പരിപാടിയാണോ? എപ്പോഴാ ഞാൻ നേരിട്ട് വരണ്ടേ? വൈകിട്ട് 5 മണിക്ക് പാളയം ജംഗ്ഷനിലുള്ള ചിഞ്ചു ബേക്കറിയില്. അവിടെയാണോ കുട്ടിക്ക് ജോലി? അയ്യോ അല്ല, ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വരുന്നതാ. പഞ്ചാരയുടെ ആളാണല്ലേ? അപ്പൊ മറക്കല്ലേ. ഞാൻ വരും, ചത്തവലും വരും, ഉറപ്പ്. ഓക്കേ. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ശരറാന്തൽ തിരിതാണു സ്റ്റൈലായിട്ട്. ശരറാന്തൽ തിരിതാണു എഴിമോളെ, മാമൻ അത്യാവശ്യമായിട്ടേ പുറത്തോട്ട് പോകണം. പുറത്തോട്ടോ? എങ്ങോട്ട്? അല്ല, ഇപ്പൊ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില്ലേ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില്ല. 10ാം ക്ലാസ് തോറ്റ മാമന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോകണം? അത് ഈ ഫാമിലി പെൻഷൻ വാങ്ങിക്കാൻ. ഫാമിലി പെൻഷനാ? തൊഴിലില്ലായ്മ വേതനം കിട്ടും. അത് വാങ്ങി, അതൊക്കെ അവിടെ ഇരിക്കണം. അതൊക്കെ വാങ്ങിച്ചാളാം. ഇത് അത്യാവശ്യം. ഇത് ഐഡി ഒന്ന് തേച്ച് തരാലോ. പ്ലീസ് തേച്ച് തരാമേ. ശരറാന്തൽ തിരിതാഴും മുകളിൽ മുകളിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.